നന്നായി കൊച്ചേ. ഗർഭിണിയായിരിക്കുമ്പോ മനസമാധാനവും സന്തോഷവും കിട്ടുമല്ലോ എൻ്റെ കുഞ്ഞിന്. ആ, കൊച്ചു പറഞ്ഞതുപോലെ തന്നെ ഒക്കെ അവസാനം എത്തേണ്ടിടത്ത് തന്നെ എത്തും. അതല്ലേ കൊച്ചി ഇവിടെ തന്നെ എത്തിയത്. എല്ലാം മാതാവിന്റെ കൃപയാ. ആരാ അത്? ഏ അമ്മേ. എക്സ്ക്യൂസ് മീ, ഈസ് ഇറ്റ് നീരേറ്റ് ഹൗസ്? അതെ. എന്താ? ഇതാണോ നീരേറ്റ് വീട്? ആരാണെന്ന് മനസ്സിലായില്ല. ഐ ആം ഡാനിയൽ. മിസ്റ്റർ കൃഷ്ണപിള്ള അല്ലേ? അതെ. അകത്തേക്ക് ഇരിക്കാം. ആ, വരൂ. ഇരിക്കൂ. ഈ കുട്ടി ദിവസവും പറയും അവൾക്കൊരു അപ്പപ്പനുണ്ടെന്ന്. ബാംഗ്ലൂരിൽ ഞങ്ങൾ അടുത്തടുത്ത ഫ്ലാറ്റിലാണ്. എന്റെ ഏറ്റവും വലിയ കമ്പനിയാ കുക്കുമോള്. ഇനി ഇവിടെ കാണാൻ ഒക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഐ ഫീൽ വെരി സാഡ്. കുക്കുമോള് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സയനോര എന്നോട് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ മോളെ, മോളുടെ അപ്പൂപ്പനായത്. എന്റെ അമ്മക്കുട്ടിയാണോ ഇത്? അതെ അപ്പൂപ്പ. എന്നിപ്പോ അമ്മുക്കുട്ടിന്ന് ആരും വിളിക്കാറില്ല. എല്ലാവരും കുക്കുന്നാ വിളിക്കുന്നേ. ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മോളുടെ ഡാഡിയെ പറ്റിയാ പറയുന്നത്. സ്വന്തം ചോരയെ ഒരാൾക്ക് ഇത്രയും വേദനിപ്പിക്കാൻ കഴിയുമോ? ഹീസ് വെരി ക്രൂവൽ. എന്താ ഡാനിയല് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിലെന്താ മിസ്റ്റർ കൃഷ്ണപിള്ളി ഇത്ര മനസ്സിലാക്കാൻ? ഈ കുഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഒളിച്ചോടി വന്നിരിക്കുക. അയ്യോ, സ്വന്തം അപ്പന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ രക്ഷപ്പെട്ടു വന്നിരിക്കുക. ഞാൻ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ കുഞ്ഞ് ഏതെങ്കിലും ഭിക്ഷാടന സംഘത്തിന്റെ കയ്യിൽ അകപ്പെട്ടേനെ. ബൈ ഗോഡ്സ് ഗ്രേസ് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നൗ ഐ ആം ലീവിംഗ് ബാക്ക് ടു ബാംഗ്ലൂർ. മോളെ, ഈ അപ്പൂപ്പനെ മറക്കല്ലേ. ഇല്ല അങ്കിൾ. ഗുഡ് ഗേൾ. ഷാൽ ഐ ഗോ നൗ? ശരി. മോളെ വർഷേ. അച്ഛാ, ഞാൻ കോളേജിൽ പോകാൻ ഒരുങ്ങാ. എന്താ വേണ്ടേ? ആ, ഒന്നുമില്ല, സമയമായി ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ. ആ, വർഷ പോയോ അച്ഛാ? ഇല്ല മോനെ, ഇറങ്ങാൻ നോക്കുക. അച്ഛന്റെ മരുന്ന് തീരാറായോ? ഞാൻ തീരാറായോ എന്നാ ഓരോ ദിവസം എണീക്കുമ്പോൾ ഭഗവതിയോട് ചോദിക്കുന്നത്. അപ്പോ ഭഗവതി ഒന്ന് ചിരിക്കും. ഒരു വേദാന്ത ചിരി. അത് കണ്ട് കണ്ട് ഇപ്പൊ ആ ചിരി തന്നെ എന്റെ മുഖത്തും. അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? ഞാനില്ലേ അച്ഛന്? എനിക്കെന്തിനാ വിഷമം? ഉണ്ടായിരുന്നു മുമ്പ്. എന്നെപ്പോലെ നീയും ഒരു മാഷായി കാണാൻ ആഗ്രഹിച്ചതല്ലേ ഞാൻ. അത് നടന്നു കാണാഞ്ഞപ്പോ വിഷമിച്ചു. അതിനും ഞാൻ തന്നെ കാരണക്കാരൻ. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ ഓട്ടോറിക്ഷയെ കൊണ്ട് ഓട്ടം തുടങ്ങിയതല്ലേ. അകാലത്തിൽ അച്ഛൻ തളർന്നു വീണാൽ ആൺമക്കളുടെ ഗതി ഇതൊക്കെ തന്നെ. ഇപ്പോ അനിയത്തിയെ എഞ്ചിനീയറാക്കാൻ രാപ്പകൽ നെട്ടോട്ടം. അതിനിടയിൽ ഓടി വന്ന് പാചകം. കുടുംബത്തിന് വേണ്ടി ശ്വാസം പിടിച്ചുള്ള നിന്റെ ഈ ഓട്ടം കാണുമ്പോ അച്ഛന് സന്തോഷമല്ലേ ഇപ്പോ? എന്നെ ഓർത്ത് അച്ഛന് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിതൊന്നൊരു കഷ്ടപ്പാടേ അല്ലച്ചാ.
അച്ഛനും അനിയത്തിക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള തൃപ്തിയോടെയാണ് ഞാൻ എന്നും ഉറങ്ങാറ്. അതിന് നീ എപ്പോഴാ ഉറങ്ങുന്നത്? രാത്രിയിൽ ബസ് സ്റ്റാൻഡിന്റെ മുന്നിലല്ലേ ഓട്ടോയും കൊണ്ട് നീ കിടക്കുന്നത്? പകല് മാർക്കറ്റിന്റെ മുന്നിൽ. പിന്നെ എപ്പോഴാ ഉറങ്ങാൻ സമയം? മോളെ, ടിഫിൻ പാത്രം എടുത്തില്ലേ? ഇല്ല. ഉച്ചത്തേക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ലെന്ന് എത്ര തവണ ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഗോതമ്പ് പൊടി തീർന്നു പോയതുകൊണ്ടല്ലേ മോളെ. ഞാൻ ക്യാൻറ്റീന്ന് കഴിച്ചോളാം. ബൈ. പാവം, എഞ്ചിനീയറിങ്ങിന് ഒത്തിരി പഠിക്കാണ്ടെന്ന് എല്ലാവരും പറയണേ. അതിൻ്റെ ഇടയിൽ നല്ല ഭക്ഷണം കൂടി ഇല്ലാതെയായ ഹോ, എൻ്റെ ഒരു മറവിയെ. ആ, മറവി ചില നേരത്തൊരു അനുഗ്രഹ. നിന്റെ മറവി അവൾക്കൊരു അനുഗ്രഹമായി. ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കാമല്ലോ. അതിനിപ്പം കാശെടുത്തുണ്ടാവുമെന്ന് ആർക്കറിയാം? നീ സമ്പാദിക്കുന്നത് മുഴുവൻ അവളുടെ കയ്യിലല്ലേ കൊണ്ടു കൊടുക്കുന്നത്. പിന്നെന്താ കാശിനൊരു പഞ്ഞം? ഓനെ, ഒരമ്മ പെറ്റ മക്കൾ തന്നെ ചിലപ്പോ കാക്കയും കുയിലും പോലെ ആകാറുണ്ട്. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കും. പക്ഷേ വളരുമ്പോൾ ജന്മസ്വഭാവം കാണിക്കും. ഇതെന്തിനാ അച്ഛൻ ഇപ്പൊ ഒരു ഉദാഹരണം എങ്ങനെ പറയണേ? ഏയ്, ഒരു പഴഞ്ചൊല്ല് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞു പോയതാണ്. കാക്ക കൂട് കെട്ടും, കുയില് മുട്ടയിടും. അച്ഛൻ വിഷമിക്കണ്ട. എൻ്റെ അനിയത്തിയെ ഞാനൊരു വലിയ എഞ്ചിനീയർ ആക്കും. നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. എൻ്റെ ഈ അധ്വാനത്തിന് ബലം ഉണ്ടാവച്ച. സത്യം പറഞ്ഞ ഏട്ടന്റെ ഈ കാക്കി വേഷവും താടി മുടിയൊക്കെ കാണുമ്പോ എനിക്ക് നാണക്കേടാ തോന്നുന്നേ. നാട്ടിലുള്ള സകല ആൾക്കാരെ സഹായിക്കാൻ നടക്ക. ഏട്ടനെ കുറ്റം പറയുക? സ്വന്തം കാര്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് നിന്നെ പഠിപ്പിക്കുന്നില്ലേ? ഇങ്ങനൊരു ഏട്ടനെ കിട്ടിയത് നിന്റെ ഭാഗ്യ. പിന്നെ എല്ലാ ഏട്ടന്മാരും ഇതൊക്കെ തന്നെ ചെയ്യും. പക്ഷേ എന്റെ ഏട്ടന് വേറൊരു സൂക്കേട് കൂടെ ഉണ്ട്. ആരെ കണ്ടാലും പിടിച്ചു നിർത്തി അനിയത്തി എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വിശേഷം അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങും. എന്റെ ഫോട്ടോയും പേഴ്സിൽ വെച്ചോണ്ട് നടക്കുന്നേ. അതെടുത്ത് സകലതയും കാണിക്കും. എന്താ ഒരു സ്നേഹം! അയ്യടാ, വഴി കാണുന്ന 10 പേരിൽ 5 പേരും എന്നെ തിരിച്ചറിയും. എന്നിട്ടൊരു ചോദ്യ, ഓട്ടോ ഡ്രൈവർ ജയന്റെ പെങ്ങളല്ലേന്ന്. അത് കേൾക്കും എന്റെ തൊലി ചുരുങ്ങും. ഒയ്യോ, എന്റെ ഈശ്വര, പറഞ്ഞു നാക്കെടുത്തില്ല. ദാ വരുന്നു. എന്റെ ഈശ്വരാ. ഓ, പോയോ? പോയി മോളെ. എന്റെ പാതി ജീവനോടെ പോയി കിട്ടി. ഉം? എന്നെ കണ്ടു കാണോ? ഓഹോ, അപ്പൊ ജേട്ടൻ നിനക്ക് പേടിയല്ലേ? ഓ, എനിക്ക് പേടിയൊന്നുമില്ല. എന്റെ ഒരിഷ്ടത്തിനും ജേട്ടനെതിരെ നിൽക്കില്ല. അങ്ങേയറ്റം ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാ. പക്ഷേ ചില നേരത്ത് മനസ്സിന്റെ പിടിവിട്ടു പോയാ പിന്നെ ജേട്ടൻ ഒരു രാക്ഷസനാ. ആര് പിടിച്ചാലും നിൽക്കില്ല. മതം പൊട്ടി ആന ചവിട്ടി മതിക്കുന്ന പോലെയാ. അച്ഛൻ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. നീ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്റെ ഏട്ടനെ? 2 തവണ. ഒരിക്കൽ റോഡിൽ വെച്ചായിരുന്നു. അച്ഛനെയും കൊണ്ട് ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോ ചെക്കിങ്ങിനാന്ന് പറഞ്ഞ് പോലീസ് തടഞ്ഞു നിർത്തി. ഏട്ടന്റെ കയ്യിൽ എല്ലാ റെക്കോർഡ്സും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അക്കാര്യം പറഞ്ഞ് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ വിടുന്നെന്ന് പറഞ്ഞപ്പോ SI ചൂടായി. ജേട്ടന്റെ നെഞ്ചത്ത് പിടിച്ചു തള്ളി. പിന്നെ കാണുന്നതേ ജേട്ടൻ SIയെ 2 കൈകൊണ്ടും പൊക്കിയെടുത്ത് ജീപ്പിന്റെ മുകളിലേക്ക് ഇടുന്നതാ. തടയാൻ ചെന്ന 2 പോലീസുകാരും ഏട്ടന്റെ ചവിട്ടുകൊണ്ട് നിപ്പി റോഡി വീണു. അവസാനം MLA മന്ത്രിയൊക്കെ ഇടപെട്ടാ ആ കേസ് ഒതുക്കിയത്. എന്റെ ബാക്കിയുണ്ടായിരുന്ന പാതി ജീവനോട് പോയി കിട്ടി. ദൈവമേ, കാട്ടുപോത്തിന്റെ പെങ്ങളാണല്ലോ ഞാൻ കയറി പ്രേമിച്ചത്. ദേ, അതിന് നീ കാട്ടുപോത്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും 1 കൊല്ലം നമ്മുടെ കാര്യം പരമ രഹസ്യമായിട്ട് വെക്കുന്ന നല്ലത്. ആ 1 കൊല്ലമെങ്കിലും അംഗവൈകല്യം ഇല്ലാതെ എനിക്ക് നടക്കാമല്ലോ. അത് കഴിഞ്ഞ് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് കല്യാണം മാറ്റിവെച്ച ഏയ്, ഒരിക്കലുമില്ല. നിന്നെ എത്രയും വേഗം എനിക്ക് സ്വന്തമാക്കണം. രാത്രിയില് മലമ്പനി വന്ന് ഞാൻ ചത്തുപോന്ന് കരുതിയതാ. ദേഹം അനക്കാൻ പറ്റാത്ത തളർന്നു കിടക്കുമല്ലായിരുന്നോ. കുടിലിന് പുറത്ത് കോരിച്ചൊരിയുന്ന മഴയും മലങ്കാറ്റും. അന്നത്തോടെ എല്ലാം തീർന്നോന്നാ കരുതിയത്. ഒരാളെപ്പറ്റി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ കിടന്നപ്പോഴാ അന്ന് രാത്രി മലവെള്ളം പൊങ്ങിട്ടും
ഇദ്ദേഹം എന്നെ തിരക്കി വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പൊ കാണുകയല്ലായിരുന്നു. ഈശ്വരാ. ഉം. ആ. ആഹാ, അമ്മൂമ്മയുടെ ചക്കരക്കുട്ടി വാ. ഉം. ഏയ്, ഇനി മാറിയില്ലേ അമ്മുക്കുട്ടിയുടെ സങ്കടം? വേണ്ട, അപ്പൂപ്പനെ കുഞ്ഞുങ്ങൾ സങ്കടപ്പെടുന്ന കണ്ടാ സഹിക്കാൻ പറ്റില്ല. അപ്പൂപ്പ എന്താ കുഞ്ഞെ? എന്താ അപ്പൂപ്പ എന്റെ ഡാഡിക്ക് എന്നെ ഇഷ്ടമില്ലാത്ത? അതിപ്പോ എന്താ പറയാ, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ കുഞ്ഞെ. എന്നെ എപ്പോഴും തല്ലും, ചീത്ത പറയും. അപ്പൂപ്പനെയും ചീത്ത പറയും. ഒരു ദിവസം ഡാഡി ഒരു പുതിയ മമ്മിയെ കൊണ്ടുവന്നു. അന്ന് തൊട്ട് എനിക്ക് ശരിക്കും കഴിക്കാൻ പോലും തരാണ്ടായി. ആ പുതിയ മമ്മി എന്നെ തല്ലാൻ തുടങ്ങി. ഞാൻ എപ്പോഴും പേടിച്ച് ഡാനി അപ്പൂപ്പന്റെ വീട്ടിൽ പോയി നിൽക്കും. ആ അപ്പൂപ്പൻ എന്നെ വലിയ ഇഷ്ടാ. എന്റെ കുഞ്ഞെ, രാജകുമാരിയായിട്ട് കഴിയേണ്ട കുഞ്ഞല്ലയോ നീയെ? എന്നിട്ടാ ആ ദൈവം തമ്പുരാൻ ഈ കഷ്ടപ്പാടൊക്കെ തന്നെ. വല്ലാത്ത കഷ്ടം തന്നെയാ. മോൾ ഇവിടുന്ന് പോകുമ്പോ തീരെ കുഞ്ഞായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാ അപ്പൂപ്പനെ ഈ വീടുമൊക്കെ കണ്ടുപിടിച്ചത്? ഒരു ദിവസം ഡാഡിയും മമ്മിയും കൂടി എന്നെ അകത്ത് പൂട്ടിയിട്ടിട്ട് പോയി. ഉം. അപ്പൊ എന്റെ മമ്മിയുടെ പെട്ടിക്കകത്തിന് മമ്മിയുടെ അപ്പൂപ്പന്റെ ഫോട്ടോ ഒക്കെ കിട്ടി. ഒരു ഫോട്ടോയുടെ പുറകില് ഒരു അഡ്രസ് ഉണ്ടായിരുന്നു. ഞാനത് ഡാനി അപ്പൂപ്പന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞതാ എനിക്ക് അങ്ങോട്ട് പോണെന്ന്. എന്തായാലും എന്റെ കുഞ്ഞിനെ ദൈവം ഇവിടെ എത്തിച്ചല്ലോ. ഇനി ആരും ഞങ്ങളുടെ കൊച്ചുമോളൊന്നും ചെയ്യല. അപ്പൂപ്പ, ആ ശരിക്കും എന്റെ ഡാഡി തന്നെയാണോ? പറ അപ്പൂപ്പ, ശരിക്കും എന്റെ ഡാഡി തന്നെയാണോ അത്? എന്തിനാ എന്നെ എപ്പോഴും കരയിപ്പിക്കുന്നേ? കുഞ്ഞെ, നിന്റെ ചോദ്യം വളരെ ന്യായം. ശരിക്കുള്ള ഡാഡി ആണെങ്കിൽ എന്തിനാ സ്വന്തം മോളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? അല്ല കുഞ്ഞെ, അയാൾ നിന്റെ സ്വന്തം ഡാഡി അല്ല. എന്നാത്തിനാ കൊച്ചിനെ വെറുതെ സങ്കടപ്പെടുത്തുന്നേ? പിന്നെ ആരാ അപ്പൂപ്പ എന്റെ ഡാഡി? പറ, എന്റെ ഡാഡി എവിടെയാന്ന്? കുഞ്ഞെ, വിധി ഭാഗ്യക്കേട് വരച്ചു വെച്ചിരിക്കുക നിന്റെ തലയില്. മോളുടെ അച്ഛൻ്റെ പേര് പ്രദീപ് എന്നാ. മോള് തീരെ കുഞ്ഞായിരിക്കുമ്പോ മോളെയും മോളുടെ മമ്മിയൊക്കെ ഉപേക്ഷിച്ച് പോയതാ. എനിക്ക് എന്റെ ഡാഡിയെ കാണണം. പറ അപ്പൂപ്പ, എന്റെ ഡാഡി എവിടെയാ ഉള്ളതെന്ന്. അമ്മേ, അപ്പൂപ്പനും കുഞ്ഞും കാണാൻ വന്നിരിക്കുന്നു. ആരാ അപ്പൂ? പ്രദീപനില്ലേ? ഉണ്ട്, മുറിയില്ല. ഇപ്പൊ വിളിക്കാം, ഇരുന്നാട്ടെ. മോന്റെ പേരെന്താ? അമൽ. മോന്റെ അച്ഛന്റെ പേരോ? പ്രദീപ്. പ്രദീപ് മേനോൻ. അയ്യോ, ഇങ്ങനൊരു സന്ദർശനം ഒട്ടും പ്രതീക്ഷയല്ല. മോചല് ചെന്ന് പഠിക്കും. ശരി അച്ഛാ. അപ്പൊ പിന്നെ സുഖം തന്നെയല്ലേ? നാട്ടു നടപ്പനുസരിച്ച് അതേന്ന് പറയണമല്ലോ. ആ അഞ്ജു, ഇത് നീരേറ്റ് കൃഷ്ണപിള്ള. കൃഷ്ണപിള്ള അപ്പൻ, നീ ചായ എടുക്ക. അല്ല പിന്നെന്താ ഈ വഴിക്ക്? ഏതായി കുട്ടി? ഏതാണെന്ന് ഊഹിക്കാൻ കഴിയുമെങ്കിൽ ഊഹിക്ക്. ആതിര എന്നാണ് അച്ഛനും അമ്മയും ഇട്ട പേര്. അമ്മുക്കുട്ടി എന്ന് വിളിക്കും. ഇവളുടെ അമ്മ മരിച്ചുപോയി.
വളർത്തച്ഛൻ ഉപേക്ഷിച്ചു. എൻ്റെ ജീവൻ പോളെ വരെ പൊന്നുപോലെ ഞാൻ ഈ കുഞ്ഞിനെ നോക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ ഇവളുടെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റുന്നില്ല എനിക്ക്. വല്ലാത്തൊരു ജന്മമായി പോയി ദൈവം ഇവൾക്ക് കൊടുത്തത്. അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, അച്ഛൻ്റെയും സ്നേഹം കിട്ടിയില്ല. ഡാഡി